റിപ്പീറ്റഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേയേറെ എക്സ്പ്രഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. ഈ പ്രയോഗങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ എളുപ്പമാണ്, ഇംഗ്ലീഷ് എഴുതുന്നതും എളുപ്പമാണ്. ഏറ്റവും കോമണും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായ ഈ എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. ഒരുവിധം എല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ അല്പം ലെങ്തിയാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഈ എക്സ്പ്രഷൻസിൽ പലതിൻ്റെയും കറക്റ്റ് യൂസ് വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ലെസൻ്റെ അവസാനം ഹോംവർക്ക് ഉണ്ട്. പിന്നെ ഈ ലെസൺ ഇഷ്ടമാവുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അക്കോർഡിംഗ് ടു നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണിത്. പലർക്കും തെറ്റിപ്പോവാറുമുണ്ട്. ഒരാൾ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അത് പറയുന്നത് പ്രകാരം, അതാണ് ഈ ഒരു ഫ്രേസിന് അർത്ഥം. ടൈം ടേബിൾ അനുസരിച്ച് ട്രെയിൻ 3:30 വരും. ഒരു വ്യക്തി പറയുന്നത് തന്നെ ആവണമെന്നില്ല, മറ്റ് ടൈം ടേബിൾ അതുപോലത്തെ കാര്യങ്ങളും ആവാം. ടൈം ടേബിൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടൈം ടേബിൾ പ്രകാരം ട്രെയിൻ 3:30 വരും. നമുക്കത് ഇങ്ങനെ പറയാം: അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 3:30. അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ ടൈം ടേബിൾ പ്രകാരം. സിമ്പിൾ പ്രസന്റ് ടെൻസാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്, കാരണം ഇത് ടൈം ടേബിൾ ഇവന്റ് ആണ്. ട്രെയിൻ വരും എന്നാണ് ഞാൻ മലയാളത്തിൽ എഴുതിയത്, പക്ഷെ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കരുത്. ഒരു ടൈം ടേബിളിന്റെ ഭാഗമായ കാര്യങ്ങൾ, ട്രെയിൻ എപ്പോൾ വരും, ട്രെയിൻ എപ്പോൾ പോകും, സ്കൂൾ എപ്പോൾ തുറക്കും, എപ്പോൾ അടയ്ക്കും, ഇതെല്ലാം പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 3:30. ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് അവരുടെ അസുഖം ഭേദമാവാനുള്ള സാധ്യത കുറവാണ്. അസുഖം ഭേദമാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് സർവൈവൽ ചാൻസസ് എന്ന നൗൺ ഉപയോഗിക്കാം. സർവൈവൽ ചാൻസസ് ആർ ലോ എന്ന് പറയാം, അല്ലെങ്കിൽ സർവൈവൽ ചാൻസസ് ആർ സ്ലിം എന്ന് പറയാം. വലിയൊരു അസുഖമുള്ള ആള്, ക്യാൻസർ പോലത്തെ ഒരു അസുഖമുള്ള ഒരാളാണ് എന്ന് കരുതാം. അപ്പോൾ അവരുടെ ആ ഒരു പ്രോസ്പെക്ട്സ്, അവർ രക്ഷപ്പെടുമോ, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നൗണാണ് പ്രോഗ്നോസിസ്. അപ്പോൾ നമുക്കത് ഇങ്ങനെയും പറയാം. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അവരുടെ രോഗനിർണയമാണ്, എന്താണ് അസുഖം അത് തീരുമാനിക്കുന്നതാണ് ഡയഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് ആ അസുഖത്തിന്റെ ഔട്ട്കം ആണ്, അതായത് അവർക്കത് സുഖപ്പെടുമോ അതോ അത് കൂടുതലാവാനാണോ സാധ്യത, അതെല്ലാമാണ് പ്രോഗ്നോസിസ്. ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ഡോക്ടേഴ്സ് ഹെർ പ്രോഗ്നോസിസ് ഈസ് ഇൻ വെരി ഗുഡ്. അക്കോർഡിംഗ് ടു ദ ഡോക്ടേഴ്സ് ഹെർ പ്രോഗ്നോസിസ് ഈസ് ഇൻ വെരി ഗുഡ്. അത്ര നല്ലതല്ല. ജെയിംസ് പറയുന്നതനുസരിച്ച് വിദേശത്ത് പോകുന്നതിന് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. ഇത് ജെയിംസിന്റെ അഭിപ്രായമാണ്. ജെയിംസ് പറയുന്നതനുസരിച്ച് എന്ന് പറയാൻ നമുക്ക് അക്കോർഡിംഗ് ടു ജെയിംസ് എന്ന് പറയാം. വിദേശത്തേക്ക് പോകുന്നതിന് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. നമുക്ക് ഈ ക്ലോസ് ദർ ഉപയോഗിച്ച് തുടങ്ങാം. There are both pros and cons, അല്ലെങ്കിൽ benefits and drawbacks, advantages and disadvantages, merits and demerits. ഈ nouns എല്ലാം നമുക്ക് യൂസ് ചെയ്യും. According to James, there are both pros and cons to moving abroad. To moving abroad എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ക്ലോസ് there ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ഇങ്ങനെ there ഉപയോഗിച്ച് തുടങ്ങുന്ന ഈ സാഹചര്യങ്ങളിൽ നമ്മൾ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പ്രോസ്, കോൺസ്, ബെനിഫിറ്റ്സ്, ഡ്രോബാക്സ്, ഇതിനെല്ലാം ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ടു ആണ്. പിന്നെ വരിക ING ഫോമാണ്. ടു പ്രിപ്പൊസിഷൻ ആണ്. പ്രിപ്പൊസിഷന് ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും അതിൻ്റെ ING ഫോമിലായിരിക്കും. അക്കോർഡിംഗ് ടു ജെയിംസ് ദർ ആർ ബോത്ത് പ്രോസ് ആൻഡ് കോൺസ് ടു മൂവിങ് അബ്രോഡ്. ടു മൂവ് അല്ല, ടു മൂവിങ്. ഇത് തന്നെ നമുക്ക് മറ്റു രീതിയിലും പറയാം. അക്കോർഡിംഗ് ടു ജെയിംസ് മൂവിങ് അബ്രോഡ് ഹാസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. വിദേശത്തേക്ക് പോകുന്നതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഹാസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. ഇത് തന്നെ ചോദ്യമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഓഫ് ആണ്, ടു അല്ല. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൂവിങ് എബ്രോഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് മൂവിങ് എബ്രോഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫ് എന്ന പ്രിപ്പൊസിഷനാണ്. ദർ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളിങ്ങനെ ഈ ടു എന്ന പ്രിപ്പൊസിഷൻ ഉപയോഗിക്കുന്നത്. പലർക്കും തെറ്റിപ്പോകുന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കാം. ജെയിംസ് പറയുന്നതിനനുസരിച്ച്, ടൈം ടേബിൾ പറയുന്നതിനനുസരിച്ച്, ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ച് എന്നെല്ലാം പറയാൻ നമുക്ക് അക്കോർഡിംഗ് ടു ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അക്കോർഡിംഗ് ടു മീ എന്ന് പറയരുത്. പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണിത്. നമ്മുടെ അഭിപ്രായം പറയാൻ നമ്മൾ ഒരിക്കലും ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യില്ല. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നത് മറ്റു പല വേർബ്സുമാണ്. നമുക്ക് ഐ ബിലീവ് എന്ന് പറയാം, ഐ തിങ്ക് എന്ന് പറയാം, ഐ ഫീൽ, ഐ ഗസ്, ഐ റെക്കൺ. ഈ വേർബ്സ് എല്ലാം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനായി ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ മൈ ഒപ്പീനിയൻ എന്ന എക്സ്പ്രഷനും ഉപയോഗിക്കാം. അക്കോർഡിംഗ് ടു മീ എന്ന് പറയരുത്. എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ട ശരിയായ കാര്യം ഇതല്ല. എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ, ചെയ്യേണ്ട ശരിയായ കാര്യം ഇതല്ല. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. അക്കോർഡിംഗ് ടു മീ അല്ല, ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്.
ഐ തിങ്ക് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഐ ബിലീവ്, ഐ ഫീൽ, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ദാറ്റ് നിർബന്ധമില്ല, ദാറ്റ് അവിടെ ഉണ്ട്, പക്ഷെ അത് പറയണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഐ തിങ്ക് ദാറ്റ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഐ ബിലീവ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. അവളാണ് ഈ ജോലിക്ക് പറ്റിയ ഏറ്റവും നല്ല വ്യക്തി എന്ന് എനിക്ക് തോന്നുന്നു. ഐ ബിലീവ് അല്ലെങ്കിൽ ഐ റെക്കൺ ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദിസ് ജോബ്. ഐ തിങ്ക് ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദിസ് ജോബ് ആസ് വെൽ. ഓൾസോ ടു, ഈ രണ്ട് അഡ്വേർബ്സിന്റെയും ഏകദേശം അതേ മീനിങ് വരുന്ന ഒരു അഡ്വർബാണ് ആസ് വെൽ. ഇത് സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ ഉപയോഗിക്കുക. ഞങ്ങൾക്ക് ഞായറാഴ്ചകളിലും മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഞായറാഴ്ചകളിലും, ആ ഒരു മീനിങ്ങിനാണ് നമ്മളിവിടെ ആസ് വെൽ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. വി ഹാവ് മീറ്റിംഗ്സ് ഓൺ സൺഡേസ്. അതിനർത്ഥം ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട് എന്നാണ്. ഞായറാഴ്ചകളിലും എന്ന് പറയാനാണ് നമ്മൾ ആസ് വെൽ ഉപയോഗിക്കുന്നത്. അത് അവസാനമാണ് വരിക. വി ഹാവ് മീറ്റിംഗ്സ് ഓൺ സൺഡേസ് ആസ് വെൽ. ഞായറാഴ്ചകളിലും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. വി ഹാവ് മീറ്റിംഗ്സ് ഓൺ സൺഡേസ് എന്ന് പറയുമ്പോൾ ഞായറാഴ്ചകളിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ആസ് വെല്ല് കൂടി അവിടെ വരുമ്പോൾ ഞായറാഴ്ചകളിലും എന്നർത്ഥം വരും. അവൾക്ക് ഒരു കാർ ഉണ്ട്. ഷി ഹാസ് ഗോട്ട് എ കാർ. അവൾക്ക് ഒരു ബൈക്കും ഉണ്ട്. ഷി ഹാസ് ഗോട്ട് എ ബൈക്ക് ആസ് വെൽ. ഷി ഹാസ് ഗോട്ട് എ കാർ, ഷി ഹാസ് ഗോട്ട് എ ബൈക്ക് ആസ് വെൽ. ഇവിടെ നമുക്ക് ആസ് വെല്ലിന് പകരം ടു ഉപയോഗിക്കാം. ടൂവും നമ്മൾ സെന്റൻസിന്റെ അവസാനമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് കുറച്ച് ചീസും നൽകൂ. ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്, ഒരു റിക്വസ്റ്റ് ആണിത്, അല്ലെങ്കിൽ ഒരു ഓർഡർ ആണ്. ഇമ്പറേറ്റീവ്സിൽ നമ്മൾ ആസ് വെൽ ആണ് യൂസ് ചെയ്യുക. പ്ലീസ് ഗിവ് മീ സം ചീസ് ആസ് വെൽ. ഗിവ് മീ സം ചീസ് ആസ് വെൽ. ഗിവ് മീ സം ചീസ് ഓൾസോ എന്ന് പറയരുത്, ആസ് വെൽ തന്നെ ഉപയോഗിക്കുക ഇമ്പറേറ്റീവ് സെന്റൻസസിൽ. ഐദർ, രണ്ടിലേതെങ്കിലും ഒന്ന് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർമിനർ ആണിത്. ഇതിന് മറ്റൊരു യൂസ് കൂടിയുണ്ട്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. രാഹുൽ ഇന്ന് ഇവിടെയില്ല. രാഹുൽ ഈസ് നോട്ട് ഹിയർ ടുഡേ. രാഹുൽ ഇന്ന് ഇവിടെയില്ല. രവിയും ഇവിടെയില്ല. രവി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ രവി ഈസ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ രവിയും ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ആദ്യത്തെ സെന്റൻസ് നെഗറ്റീവാണ്. ഇനി പറയാൻ പോകുന്ന സെന്റൻസും നെഗറ്റീവാണ്. ഒരു നെഗറ്റീവ് സെന്റൻസിനോട് മറ്റൊരു നെഗറ്റീവ് സെന്റൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ, ഈ ഒരു മീനിങ് കിട്ടുന്ന രീതിയിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് ഐദർ ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ നീദർ ഉപയോഗിച്ച് നമുക്ക് പറയാം. രാഹുൽ ഈസ് ഇൻ ഹിയർ ടുഡേ. രവി ഈസ് ഇൻ ഐദർ. രവിയും ഇല്ല. ഒരു നെഗറ്റീവ് സെന്റൻസിനോട് മറ്റൊരു നെഗറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണിത്. ഒരു അഫിർമേറ്റീവ് സെന്റൻസിനോട് മറ്റൊരു അഫിർമേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യാൻ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യരുത്. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രാഹുൽ ഈസ് ഇൻ ഹിയർ ടുഡേ. രവി ഈസ് ഇൻ ഐദർ. രവിയും ഇവിടെയില്ല. ആ രവിയും എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ അവസാനം ഐദർ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നമുക്ക് നീദർ ഉപയോഗിച്ചും പറയാം. അപ്പൊ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ട്രക്ചർ ആണ്. നീദർ ഒരു നെഗറ്റീവ് വേർഡ് ആണ്. അത് സെന്റൻസിന്റെ ആദ്യം വരുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുക ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ്. അതായത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നിൽ വരും. അപ്പൊ നീദർ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെയാ കിട്ടുക. നീദർ ഈസ് രവി. നീദർ ഈസ് രവി. നീദർ രവി ഈസ് അല്ല, നീദർ ഈസ് രവി അല്ലെങ്കിൽ നോർ ഈസ് രവി. നീദറിന് പകരം നമുക്കിവിടെ നോറും ഉപയോഗിക്കാം. രാഹുൽ ഈസ് ഇൻ ഹിയർ ടുഡേ. രവി ഈസ് ഇൻ ഐദർ. നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. എനിക്കറിയാം, ഐ നോ. നിനക്ക് എന്നെ ഇഷ്ടമല്ല, യു ഡോണ്ട് ലൈക്ക് മീ. ഐ നോ യു ഡോണ്ട് ലൈക്ക് മീ. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല. ഇവിടെയും രണ്ട് നെഗറ്റീവ് സെന്റൻസസ് ആണ്. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന അർത്ഥമായി. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല എന്ന അർത്ഥം കിട്ടണമെങ്കിലോ നമ്മളത് ഇങ്ങനെയാണ് പറയുക, ഐ ഡോണ്ട് ലൈക്ക് യു ഐദർ. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് യു ഐദർ. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഐദർ അവിടെ വരുമ്പോൾ നിന്നെയും എന്നൊരർത്ഥം വരും. ഇത് നീദർ ഉപയോഗിച്ച് പറയണമെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടുക, നീദർ ഡു ഐ ലൈക്ക് യു. നോർ ഉപയോഗിച്ചും പറയാം, നോർ ഡു ഐ ലൈക്ക് യു. ഞാൻ മാംസം കഴിക്കില്ല. ഇവിടെ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ഞാൻ മാംസം കഴിക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ മറ്റൊരാളും പറയുന്നുണ്ട് ആ വ്യക്തിയും കഴിക്കില്ല എന്ന്. ഞാൻ മാംസം കഴിക്കില്ല, ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്. കേൾക്കുന്നയാൾ പറയുന്നതാണ് ഞാനും കഴിക്കില്ല. ഇവിടെയും രണ്ട് നെഗറ്റീവ് സെന്റൻസസ് ആണ്. ഞാനും കഴിക്കില്ല, അതെങ്ങനെയാണ് നമ്മൾ പറയാ, ഐ ഡോണ്ട് ഐദർ. ഓക്സിലറി വെർബേ യൂസ് ചെയ്യണ്ടു. മെയിൻ വെർബ് ഈറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് ഐദർ അത്രയും പറഞ്ഞാൽ മതി. ഇത് നീദർ ഉപയോഗിച്ച് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക, നീദർ ഡു ഐ അല്ലെങ്കിൽ നോർ ഡു ഐ. ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്. ഞാൻ മാംസം കഴിക്കില്ല. ഐ ഡോണ്ട് ഐദർ. ഞാനും കഴിക്കില്ല. നീദർ ഡു ഐ. അതിനർത്ഥവും ഞാനും കഴിക്കില്ല എന്നാണ്. രണ്ട് നെഗറ്റീവ് സെന്റൻസസ് ആണ് ഇവിടെ വരുന്നത്.
ഒരു നെഗറ്റീവ് സെന്റൻസിനോട് സിമിലർ മീനിങ് വരുന്ന മറ്റൊരു നെഗറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണിത്. അഫിർമേറ്റീവ് സെന്റൻസസിന്റെ കാര്യത്തിൽ ഐദർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അവനെ തിരിച്ചറിഞ്ഞില്ല. ഐ ഡിഡിൻ റെക്കഗ്നൈസ് ഹിം. ഞാൻ അവനെ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയുക എന്നതിന് ഉപയോഗിക്കുന്ന വെർബാണ് റെക്കഗ്നൈസ്. അവൻ എന്നെയും തിരിച്ചറിഞ്ഞില്ല. ഹി ഡിഡിൻ റെക്കഗ്നൈസ് മീ ഐദർ. ഹി ഡിഡിൻ റെക്കഗ്നൈസ് മീ ഐദർ. ഇവിടെ ഹി ഡിഡിൻറ്റ് ഐദർ എന്ന് പറഞ്ഞാൽ പോരാ, കാരണം ഒരു ഒബ്ജക്റ്റ് ഇവിടെ വരുന്നുണ്ട്. എന്നെയും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയണം. അപ്പോൾ എന്നെയും എന്ന മീനിങ് വരുന്ന പ്രനൗൺ എല്ലാം അവിടെ വേണം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫുൾ വെർബ് യൂസ് ചെയ്യുന്നുണ്ട്. ഹി ഡിഡിൻ റെക്കഗ്നൈസ് മീ ഐദർ. അവൻ എന്നെയും തിരിച്ചറിഞ്ഞില്ല. നീദർ ഡിഡ് ഹി റെക്കഗ്നൈസ് മീ, അല്ലെങ്കിൽ നോർ ഡിഡ് ഹി റെക്കഗ്നൈസ് മീ. ഞാൻ പുക വലിക്കില്ല. ഐ ഡോണ്ട് സ്മോക്ക്. എൻ്റെ ഭൂരിഭാഗം സുഹൃത്തുക്കളും വലിക്കില്ല. ഭൂരിഭാഗം സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്. മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഡോണ്ട് ഐദർ. എൻ്റെ ഭൂരിഭാഗം സുഹൃത്തുക്കളും വലിക്കില്ല. മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഡോണ്ട് ഐദർ. അല്ലെങ്കിൽ നോർ ഡു മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്. നീദർ ഡു മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്. നീദർ ആയാലും നോർ ആയാലും സെന്റൻസിന്റെ ആദ്യം വരും. രണ്ടും നെഗറ്റീവ് വേർഡ്സ് ആണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അതിന് ശേഷം ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ യൂസ് ചെയ്യുന്നത്. അതായത് ഓക്സിലറി വെർബിന് ശേഷം സബ്ജക്റ്റ്. സോ അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് സോ. ഇവിടെ ആ യൂസ് അല്ല പറയുന്നത്. ഒരു അഫിർമേറ്റീവ് സെന്റൻസിനോട് സിമിലർ മീനിങ് വരുന്ന മറ്റൊരു അഫിർമേറ്റീവ് സെന്റൻസ് എങ്ങനെ ആഡ് ചെയ്യാം, അതിനുവേണ്ടി സോ എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ കൺജങ്ഷൻ ആയുള്ള സോയുടെ യൂസ് അല്ല ഇവിടെ പറയുന്നത്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ട്രാവലിംഗ്. അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ട്രാവൽ. എൻ്റെ സുഹൃത്തുക്കൾക്കും ഇഷ്ടമാണ്. രണ്ടും അഫിർമേറ്റീവ് സെന്റൻസസ് ആണ്. എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ സുഹൃത്തുക്കൾക്കും ഇഷ്ടമാണ്. സോ ഡു മൈ ഫ്രണ്ട്സ്. അങ്ങനെയാണ് പറയേണ്ടത്. സോ ഡു മൈ ഫ്രണ്ട്സ്. ഇവിടെ ഡു ഉപയോഗിക്കാൻ കാരണം എന്താ? ഐ ലൈക്ക് ട്രാവലിംഗ് എന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. നമ്മളിങ്ങനെ സോ ഉപയോഗിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഐദറോ നീദറോ ഉപയോഗിച്ച് പറയുന്ന സമയത്ത് ഓക്സിലറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. മെയിൻ വേർബ്സ് അങ്ങനെയല്ല ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലായത് കാരണം സോ ഉപയോഗിക്കുന്ന സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ്. സോ ലൈക്ക് മൈ ഫ്രണ്ട്സ് എന്ന് പറയരുത്. സോ ഡു മൈ ഫ്രണ്ട്സ്. ഡു ഉപയോഗിക്കാൻ കാരണം ഫ്രണ്ട്സ് പ്ലൂറൽ നൗൺ ആയതുകൊണ്ടാണ്. ഐ ലൈക്ക് ട്രാവലിംഗ്. എൻ്റെ വൈഫിനും അത് ഇഷ്ടമാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ സോ ഡസ് മൈ വൈഫ്. വൈഫ് സിംഗുലർ ആണ്, അതുകൊണ്ട് പിന്നെ നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഇവിടെ ഫ്രണ്ട്സ് പ്ലൂറൽ ആയത് കാരണമാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഐ ലൈക്ക് ട്രാവലിംഗ്. സോ ഡസ് മൈ വൈഫ്. സോ ഡു മൈ ചിൽഡ്രൻ. സോ ഡു മൈ ഫ്രണ്ട്സ്. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയും. ഇവിടെയും രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി. കേൾക്കുന്നയാൾ പറയുന്നത് എനിക്കും കഴിയുമെന്നാണ്. എനിക്കും കഴിയും. അതെങ്ങനെയാ പറയാം? ഇവിടെ ഓക്സിലറി ഉണ്ട്. ആ ഓക്സിലറി തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. സോ ക്യാൻ ഐ. സോ ക്യാൻ ഐ. ഇവിടെയും ഓക്സിലറി സബ്ജക്റ്റിന് മുന്നിൽ വരുന്നുണ്ട്. സോ നെഗറ്റീവായ ഒരു മീനിങ് ഉള്ള വേർഡൊന്നുമല്ല, പക്ഷെ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ തന്നെയാണ്. ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി. സോ ക്യാൻ ഐ. സോ ഐ ക്യാൻ അല്ല, സോ ക്യാൻ ഐ. എനിക്കും സാധിക്കും. എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണ്. ഐ ലൈക്ക് ക്യാറ്റ്സ്. എനിക്കും ഇഷ്ടമാണ്. ലൈക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ഡൂവും ഡസും ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാ പറയുക? സോ ഡു ഐ. എനിക്കും ഇഷ്ടമാണ്. സോ ഡു ഐ. എനിക്ക് പൂച്ചകളെ ഇഷ്ടമല്ല എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. ഐ ഡോണ്ട് ലൈക്ക് ക്യാറ്റ്സ്. അപ്പോൾ കേൾക്കുന്നയാൾ അയാൾക്കും ഇഷ്ടമല്ല എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് പറയുക? ഐ ഡോണ്ട് ലൈക്ക് ഐദർ. എനിക്കും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ഐദർ. അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഐദർ. എനിക്കും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമാണ് എന്ന് പറയാനാണ് സോ ഡു ഐ ഉപയോഗിക്കുന്നത്. എനിക്ക് ക്ഷീണമുണ്ട്. ഐ എം ടയേർഡ്. എനിക്കും ഉണ്ട്. സോ ആം ഐ. ഫസ്റ്റ് സെന്റൻസിൽ ഉപയോഗിച്ച അതേ ഓക്സിലറി തന്നെ നമ്മൾ സെക്കൻഡ് സെന്റൻസിൽ ഉപയോഗിച്ചു. എനിക്കും ക്ഷീണമുണ്ട്. ഇനി ചില കമ്പാരറ്റീവ് സ്ട്രക്ചേഴ്സ് നോക്കാം. നമുക്ക് ഇതിൽ കൂടുതൽ വേഗത്തിൽ പോവാനാവില്ല. ഇനി ഒരു ഡിറ്റർമിനർ ആണ്. അതിനുശേഷം നമുക്ക് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും യൂസ് ചെയ്യാം. നമുക്ക് ഇതിൽ കൂടുതൽ വേഗത്തിൽ പോവാനാവില്ല. വി കനോട്ട് ഗോ എനി ഫാസ്റ്റർ. വി കനോട്ട് ഗോ എനി ഫാസ്റ്റർ. എനി ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ വേഗത്തിൽ. ഫാസ്റ്റർ ഒരു കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നമുക്കിങ്ങനെ എനിക്ക് ശേഷം കമ്പാരറ്റീവ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് കാത്തു നിൽക്കാനാവില്ല. നമ്മൾ ആവശ്യത്തിന് കാത്തു നിന്ന് കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ സമയം നമുക്ക് കാത്തു നിൽക്കാനാവില്ല. ഇതെങ്ങനെയാ പറയുക? വി കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഇതിൽ കൂടുതൽ സമയം. വി കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ.
ഇന്ന് അവൾക്ക് എന്തെങ്കിലും ഭേദമുണ്ടോ? അസുഖത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഈസ് ഷീ എനി ബെറ്റർ ടുഡേ? ആർ യു ഫീലിംഗ് എനി ബെറ്റർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറവുണ്ടോ, അസുഖം കുറവുണ്ടോ എന്നാണ് അർത്ഥം. ഈസ് ഷീ എനി ബെറ്റർ ടുഡേ? ബെറ്റർ ഒരു കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. എനി ബെറ്റർ എന്ന് ചോദിക്കുമ്പോൾ അസുഖം കുറവുണ്ടോ എന്നാണ് അർത്ഥം. ഈസ് ഷീ എനി ബെറ്റർ ടുഡേ? നിനക്ക് നിന്റെ മകളേക്കാൾ ഒട്ടും പ്രായം കൂടുതൽ തോന്നുന്നില്ല. നിന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഇത് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രക്ചറാണ് യു ഡോണ്ട് ലുക്ക്. യു ഡോണ്ട് ലുക്ക് എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ തോന്നുന്നില്ല. യു ലുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്നു എന്നാണ് അർത്ഥം. ലുക്ക്, സീം, സൗണ്ട് ഈ 3 വേർബ്സും നമ്മളിങ്ങനെ കണ്ടും കേട്ടും ഒക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. യു ഡോണ്ട് ലുക്ക് എനി ഓൾഡർ ദാൻ യുവർ ഡോട്ടർ. നിന്റെ മകളേക്കാൾ ഒട്ടും പ്രായം കൂടുതൽ നിനക്ക് തോന്നുന്നില്ല. യു ഡോണ്ട് ലുക്ക് എനി ഓൾഡർ. എനി ഓൾഡർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പ്രായം, അത് നിനക്ക് തോന്നുന്നില്ല. യു ഡോണ്ട് ലുക്ക് എനി ഓൾഡർ ദാൻ യുവർ ഡോട്ടർ. എനി ഗുഡ്, എനി യൂസ്. അതുപോലെ തന്നെ നോ ഗുഡ്, നോ യൂസ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് മാത്രമല്ല, എനിക്ക് ശേഷം നമുക്ക് ഇതുപോലത്തെ വേർഡ്സും യൂസ് ചെയ്യാം. ആ ഫിലിം എങ്ങനെ, നല്ലതാണോ? ഏതോ ഒരു പർട്ടിക്കുലർ മൂവിയെ കുറിച്ചാണ് ചോദ്യം. അത് നല്ലതാണോ? ഇസ് ദാറ്റ് മൂവി എനി ഗുഡ്? എന്തെങ്കിലും മെച്ചമുണ്ടോ? അതാണ് അതിനർത്ഥം. ഇസ് ദാറ്റ് മൂവി ഗുഡ് എന്ന് ചോദിച്ചാൽ നല്ലതാണോ എന്ന അർത്ഥമായി. അത് എന്തെങ്കിലും മെച്ചമുണ്ടോ, അതിന് കുറച്ചെങ്കിലും നല്ലതാണോ, ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ എനി ഗുഡ് എന്ന് ചോദിക്കുന്നത്. ഇസ് ദാറ്റ് മൂവി എനി ഗുഡ്? അത് കാണാൻ കൊള്ളാവുന്നതാണോ? ഈ കാർ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദിസ് കാർ ഈസ് യൂസ്ലെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് കാർ ഈസ് നോ യൂസ് എന്നും പറയാം. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദിസ് കാർ ഈസ് നോ യൂസ് അല്ലെങ്കിൽ നോ ഗുഡ്. ഇത് നല്ലതല്ല, ഒരു മെച്ചവും ഇതുകൊണ്ടില്ല. അത് എപ്പോഴും കേടുവരുന്നു. ഇറ്റ് കീപ്സ് ബ്രേക്കിംഗ് ഡൗൺ. ഇറ്റ് കീപ്സ് ബ്രേക്കിംഗ് ഡൗൺ. കീപ്പിന് ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും അതിൻ്റെ ING ഫോമിലായിരിക്കും. ഇറ്റ് കീപ്സ് ടു ബ്രേക്ക് അല്ല, ഇറ്റ് കീപ്സ് ബ്രേക്കിംഗ് ഡൗൺ. അത് കേടു വന്നുകൊണ്ടേയിരിക്കുന്നു, അതാണ് ഇതിനർത്ഥം. ദിസ് കാർ ഈസ് നോ ഗുഡ് അല്ലെങ്കിൽ നോ യൂസ്. ദിസ് കാർ ഈസ് യൂസ്ലെസ് എന്നും പറയാം. ഇറ്റ് കീപ്സ് ബ്രേക്കിംഗ് ഡൗൺ. അത് കേടു വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വാച്ച് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. മൈ വാച്ച് ഈസ് നോ യൂസ് അല്ലെങ്കിൽ മൈ വാച്ച് ഈസ് യൂസ്ലെസ്. മൈ വാച്ച് ഈസ് നോ യൂസ്. ഇവിടെ നോയ്ക്ക് മുമ്പ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് ശ്രദ്ധിക്കണം. മൈ വാച്ച് ഈസ് ഓഫ് നോ യൂസ് എന്നൊന്നും പറയുന്നില്ല. മൈ വാച്ച് ഈസ് നോ യൂസ്, പ്രയോജനമില്ല. അത് എപ്പോഴും നിൽക്കുന്നു. ഇറ്റ് കീപ്സ് സ്റ്റോപ്പിംഗ്. അത് നിന്നുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ് കീപ്സ് സ്റ്റോപ്പിംഗ്. യൂസ് ഗുഡ്. ഈ വേർഡ്സ് ഉപയോഗിക്കുന്ന വേറെ ചില സ്ട്രക്ചേഴ്സും ഉണ്ട്, സിമിലർ ആയ സ്ട്രക്ചേഴ്സ്. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഇറ്റ് ഈസ് നോ ഗുഡ് ആസ്കിങ് ഹിം അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോ യൂസ് ആസ്കിങ് ഹിം. അവനോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഹി വിൽ നോട്ട് ഹെൽപ്പ്. അവൻ സഹായിക്കില്ല. ഇറ്റ് ഈസ് നോ ഗുഡ് ആർഗ്യൂയിങ് വിത്ത് ഹർ. അവളോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. യു വോണ്ട് വിൻ. നിങ്ങൾ ജയിക്കില്ല. അവളോട് തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല. ഈ രണ്ട് സ്ട്രക്ചറിലും നമ്മൾ യൂസിനും ഗുഡിനും ശേഷം ഉപയോഗിച്ചത് ING ഫോംസ് ആണ്. അതുപോലെ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഉപയോഗിച്ചാണ്. ആസ്. രണ്ട് ആസ് ഉപയോഗിക്കുന്ന ഈ സ്ട്രക്ചേഴ്സ് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ സിമിലർ ആണ്, സെയിം തന്നെയാണ് എന്നെല്ലാം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുക പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും ആണ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സോ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സോ ഈ സ്ട്രക്ചറിൽ യൂസ് ചെയ്യരുത്. രണ്ട് ആസ് ഇതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അവൾ അവളുടെ സഹോദരിയുടെ അത്ര തന്നെ സുന്ദരിയാണ്. രണ്ടുപേരും ഒരുപോലെ കാണാൻ ഭംഗിയുള്ളവരാണ്. അതാണ് നമുക്ക് പറയേണ്ടത്. ഷീ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഹെർ സിസ്റ്റർ. ഇവിടെ രണ്ട് ആസിനും ഇടയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന പോസിറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. അവൾ അവളുടെ സഹോദരിയേക്കാൾ സുന്ദരിയാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ സിസ്റ്റർ. മോർ ബ്യൂട്ടിഫുൾ ഒരു കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അതിനുശേഷം നമ്മൾ ദാൻ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചറും കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ഒന്ന് മറ്റതിനേക്കാൾ നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയുന്നതിന് പകരം ഒന്ന് മറ്റൊന്നിന് ഈക്വൽ ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഹെർ സിസ്റ്റർ. വേണമെങ്കിൽ അവസാന വെർബ് നമുക്ക് ഉപയോഗിക്കാം. ആസ് ഹെർ സിസ്റ്റർ ഈസ്. ആ വെർബ് അവിടെ ഉപയോഗിക്കേണ്ട ഒരു കാര്യവുമില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് അതിന്റെ അത്ര തന്നെ നല്ലതാണ്. രണ്ടും ഒരേപോലെ നല്ലതാണ്. ദിസ് ഈസ് ആസ് ഗുഡ് ആസ് ദാറ്റ്. ഇത് അതിൻ്റെ അത്ര തന്നെ നല്ലതാണ്. ഗുഡ് ഒരു പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇത് അതിനേക്കാൾ നല്ലതാണ് എന്ന് പറയണമെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുക. ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം ആണ് ബെറ്റർ. ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിന് ശേഷം നമ്മൾ ദാൻ ഉപയോഗിക്കണം. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്
ആ അജക്റ്റീവിന് മുന്നിലും അതിനുശേഷവും ആസ് ആണ്. 2 ആസ് ഉപയോഗിക്കും. എൻ്റെ സിസ്റ്റർ എൻ്റെ അത്ര തന്നെ നന്നായി പാടും. മൈ സിസ്റ്റർ സിങ്സ് ആസ് വെൽ ആസ് മീ. ഇവിടെ നമ്മൾ വെൽ എന്ന അഡ്വർബാണ് 2 ആസിനും ഇടയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഗുഡ് അജക്റ്റീവ് ആണ്, അതേ മീനിങ് വരുന്ന ഒരു അഡ്വർബാണ് വെൽ. ഇവിടെ ആസിന് ശേഷം ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ യൂസ് ചെയ്തത് മീ എന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. ആസിനും ദാനിനും ശേഷം മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. മീ, ഹിം, ഹെർ, അസ് ഇതുപോലത്തെ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് പ്രൊനൗൺ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനുശേഷം നമ്മളൊരു ഓക്സിലറി കൂടി പറയും. നമുക്കിത് 2 രീതിയിൽ പറയാം. മൈ സിസ്റ്റർ സിങ്സ് ആസ് വെൽ ആസ് ഐ ഡു എന്ന് പറയാം, അല്ലെങ്കിൽ ആസ് വെൽ ആസ് മീ എന്ന് പറയാം. മീ ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, പിന്നെ അതിനുശേഷം വെർബ് ഇല്ല. ആസ് വെൽ ആസ് ഐ എന്ന് പറയുന്നത് മോഡേൺ ഇംഗ്ലീഷിൽ വളരെ അൺയൂഷ്വൽ ആണ്. നേരത്തെ അതാണ് കറക്റ്റായി കരുതിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ആസിനും ദാനിനും ശേഷം ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്രൊനൗൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ, ഹി, ഷീ അതുപോലത്തെ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ വെർബ് കൂടി ഉപയോഗിക്കും. മൈ സിസ്റ്റർ സിങ്സ് ആസ് വെൽ ആസ് ഐ ഡു. ഞാൻ പാടുന്ന അത്ര തന്നെ നന്നായിട്ട് എൻ്റെ സിസ്റ്ററും പാടും. ഡു ഇവിടെ ഉപയോഗിക്കാൻ കാരണം ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ടാണ്. സിങ്സ് എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വെർബാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. മൈ സിസ്റ്റർ സിങ്സ് ആസ് വെൽ ആസ് മീ അല്ലെങ്കിൽ മൈ സിസ്റ്റർ സിങ്സ് ആസ് വെൽ ആസ് ഐ ഡു. അവൻ അവൻ്റെ സഹോദരിയോളം പ്രശസ്തനല്ല. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസിൽ നമുക്ക് 2 ആസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യത്തെ ആസിന് പകരം സോയും ഉപയോഗിക്കാം. ഹി ഈസ് നോട്ട് സോ ഫേമസ് ആസ് ഹിസ് സിസ്റ്റർ അല്ലെങ്കിൽ ഹി ഈസ് നോട്ട് ആസ് ഫേമസ് ആസ് ഹിസ് സിസ്റ്റർ. ആസ് ഫേമസ് ആസ് എന്നും പറയാം, സോ ഫേമസ് ആസ് എന്നും പറയാം. ഹി ഈസ് നോട്ട് സോ ഫേമസ് ആസ് ഹിസ് സിസ്റ്റർ. പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അജക്റ്റീവ് ആണ് ഫേമസ്. അവൻ്റെ സിസ്റ്റർ അവനേക്കാൾ പ്രശസ്തയാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് സ്ട്രക്ചർ ഉപയോഗിക്കും. ഹിസ് സിസ്റ്റർ ഈസ് മോർ ഫേമസ് ദാൻ ഹിം. ഹിസ് സിസ്റ്റർ ഈസ് മോർ ഫേമസ് ദാൻ ഹിം. നീ സമ്പാദിക്കുന്ന അത്ര തന്നെ ഞാനും സമ്പാദിക്കുന്നുണ്ട്. നിനക്ക് എത്ര കണ്ട് ഏണിങ്സ് ഉണ്ടോ അത്ര തന്നെ ഏണിങ്സ് എനിക്കും ഉണ്ട്. ഐ ഏൺ ആസ് മച്ച് ആസ് യു ഡു. പണത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മണി ഇംഗ്ലീഷിൽ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മച്ച് ഉപയോഗിക്കുന്നത്. ഐ ഏൺ ആസ് മച്ച് ആസ് യു ഡു അല്ലെങ്കിൽ ഐ ഏൺ ആസ് മച്ച് ആസ് യു. നീ സമ്പാദിക്കുന്ന അത്ര തന്നെ ഞാനും സമ്പാദിക്കുന്നുണ്ട്. യുവിൻ്റെ സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും ഒന്ന് തന്നെയാണ്, യു തന്നെയാണ്. എനിക്ക് സാധിക്കാവുന്ന അത്ര ഞാൻ കഴിച്ചു. അത്രയും ഭക്ഷണം ഞാൻ കഴിച്ചു. ഐ എയ്റ്റ് ആസ് മച്ച് ആസ് ഐ കുഡ്. I ate as much as I could. As much food as I could. ആ ഫുഡ് നമ്മളവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് കഴിക്കാൻ സാധിക്കുന്ന അത്രയും ഭക്ഷണം ഞാൻ കഴിച്ചു. ഫുഡും ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മച്ച് ഉപയോഗിക്കുന്നത്. മച്ച് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനായി യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റർമിനർ ആണ്. നമ്പറിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മെനി ആണ്. ഭക്ഷണം അൺകൗണ്ടബിൾ ആണ്. നിനക്ക് ഉള്ള അത്രയും സുഹൃത്തുക്കൾ എനിക്കില്ല. എനിക്ക് ഇല്ല. I don't have as many friends as you have അല്ലെങ്കിൽ as you. I don't have as many friends as you have. നിനക്ക് ഉള്ള അത്രയും ഫ്രണ്ട്സ് എനിക്കില്ല. As you do എന്നും പറയാം. have ആയാലും do ആയാലും അത് രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. I don't have as many friends as you എന്ന് പറഞ്ഞാൽ മതി. നിനക്ക് ഉള്ള അത്രയും ഫ്രണ്ട്സ് എനിക്ക് ഇല്ല. നിനക്ക് വേണ്ടത്ര കുക്കീസ് നിനക്ക് എടുക്കാം. You can take as many cookies as you want. You can take as many cookies as you want. As many cookies as you want എന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ട അത്രയും കുക്കീസ്. കുക്കീസ് പ്ലൂറൽ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ മെനി ഉപയോഗിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് അയക്കും. പ്ലീസ് സെൻഡ് ദാറ്റ് റിപ്പോർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഇതെല്ലാം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്. ഇവിടെ 2 ആസിനും ഇടയിൽ നമ്മൾ ഉപയോഗിച്ചത് സൂൺ എന്ന അഡ്വർബ് ആണ്. പ്ലീസ് സെൻഡ് ദ റിപ്പോർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെങ്കിൽ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. നിന്റെ സഹോദരന്റെ പകുതി ബുദ്ധി നിനക്കില്ല. ഇല്ല എന്ന് കണ്ട് ഇവിടെ ഹാവ് ഉപയോഗിക്കരുത്. നിന്റെ സഹോദരന്റെ പകുതി പോലും നീ ഇന്റലിജന്റ് അല്ല. അതാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ആറാണ്, ഹാവ് അല്ല. നീ അല്ല, യു ആർ നോട്ട്. പകുതി ബുദ്ധി പോലും, പകുതി ഇന്റലിജന്റ് പോലും അല്ല. യു ആർ നോട്ട് ഹാഫ് ആസ് ഇന്റലിജന്റ് ആസ് യുവർ ബ്രദർ. You are not half as intelligent as your brother. You are not as intelligent as your brother എന്ന് പറയുമ്പോൾ നിന്റെ സഹോദരന്റെ അത്രയും ഇന്റലിജന്റ് അല്ല നീ എന്നർത്ഥം വരും. അതിന്റെ പകുതി പോലും അല്ല എന്നർത്ഥം വരാനാണ് നമ്മളൊരു ഹാഫ് കൂടി അവിടെ ഉപയോഗിക്കുന്നത്. You are not half as intelligent as your brother. എനിക്ക് സാധിക്കാവുന്ന അത്രയും വേഗത്തിൽ ഞാൻ ഓടി. I ran as fast as I could.
ഐ റാൻ ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്. എനിക്ക് സാധിക്കാവുന്ന അത്രയും വേഗത്തിൽ ഞാൻ ഓടി. ആസ് ഫാസ്റ്റ് ആസ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 3 മടങ്ങ് സമയമെടുത്തു യാത്ര. ഞങ്ങൾ കരുതിയതിനേക്കാളും 3 മടങ്ങ് സമയമെടുത്തു. The journey took 3 times as long as we had expected. The journey took 3 times as long as we had expected. അല്ലെങ്കിൽ The journey took 3 times longer than we had expected. ലോങ്ങർ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, പിന്നെ അതിനുശേഷം than ഉപയോഗിച്ചു. അതല്ലെങ്കിൽ നമുക്ക് as long as എന്നും പറയാം. The journey took 3 times as long as we had expected. അവൾക്ക് എൻ്റെ ഇരട്ടി പ്രായമുണ്ട്. She is twice as old as me. അവൾക്ക് എൻ്റെ അതേ പ്രായമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷീ ഈസ് ആസ് ഓൾഡ് ആസ് മീ എന്ന് പറയാം. അതിൻ്റെ ഇരട്ടി പ്രായമുണ്ട് എന്ന് പറയുമ്പോൾ ഷീ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് മീ. എൻ്റെ ഇരട്ടി പ്രായമുണ്ട്. മീക്ക് പകരം നമുക്കിവിടെ ഐ ആം എന്നും പറയാം. ഷീ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഐ ആം. ഐ എന്ന് മാത്രം പറയരുത്. ഐ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം ആം എന്ന ഓക്സിലറി കൂടി യൂസ് ചെയ്യാം. ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അവനെ ഓർക്കും. ഞാൻ ഓർക്കും. ഐ വിൽ റിമെമ്പർ ഹിം. അവനെ. ആസ് ലോങ് ആസ് ഐ ലിവ്. ഇവിടെ നമ്മൾ പറയുന്നത് രണ്ടും ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആസ് ലോങ് ആസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതെങ്ങനെയാണ്? രണ്ട് ക്ലോസും ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ മാത്രമാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക. സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ഐ വിൽ റിമെമ്പർ ഹിം ആസ് ലോങ് ആസ് ഐ വിൽ ലീവ് അല്ല, ഐ ലീവ്. ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഞാൻ അവനെ ഓർക്കും. ആസ് ലോങ് ആസ് എന്ന് പറയുമ്പോൾ അത്രയും കാലം. നീ ആഗ്രഹിക്കുന്ന അത്രയും കാലം നിനക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാം. അത്രയും സമയം താമസിക്കാം. യു ക്യാൻ സ്റ്റേ വിത്ത് അസ് ആസ് ലോങ് ആസ് യു വാണ്ട്. യു ക്യാൻ സ്റ്റേ വിത്ത് അസ് ആസ് ലോങ് ആസ് യു വാണ്ട്. നീ ആഗ്രഹിക്കുന്ന അത്രയും സമയം. ഈ എക്സ്പ്രഷൻസിന്റെ എല്ലാം യൂസ് പഠിച്ചു വയ്ക്കുക. ആസ് ഫാസ്റ്റ് ആസ് ലോങ് ആസ് വെൽ ആസ് സൂൺ ആസ്. ഇതെല്ലാം നമ്മൾ എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന പ്രയോഗങ്ങളാണ്. രണ്ട് ആസിനും ഇടയിൽ ഉപയോഗിക്കുന്ന എപ്പോഴും പോസിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു അഡ്ജക്റ്റീവോ അഡ്വർബോ ആയിരിക്കും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അറ്റ് ഫസ്റ്റ് ഒരു സിറ്റുവേഷന്റെ ആദ്യം, ആ അർത്ഥത്തിലാണ് നമ്മൾ അറ്റ് ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. ആദ്യം അവർ ഹാപ്പി ആയിരുന്നു. ഒരുപക്ഷെ അവർ കണ്ടു തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിച്ച സമയത്ത് അവർ ഹാപ്പി ആയിരുന്നു. ആ സിറ്റുവേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ ഹാപ്പി ആയിരുന്നു. അറ്റ് ഫസ്റ്റ് ദേ വർ ഹാപ്പി. പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ബട്ട് ദെൻ തിങ്സ് സ്റ്റാർട്ടഡ് ഗോയിങ് റോങ് എന്ന് പറയാം. അല്ലെങ്കിൽ ബട്ട് ദെൻ ദേ സ്റ്റാർട്ടഡ് ഹാവിങ് പ്രോബ്ലംസ് എന്നും പറയാം. But then they started having problems. At first they were happy. ആദ്യം അവർ ഹാപ്പി ആയിരുന്നു. ആ സിറ്റുവേഷന്റെ സ്റ്റാർട്ടിങ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അറ്റ് ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. ബട്ട് ദെൻ തിങ്സ് സ്റ്റാർട്ടഡ് ഗോയിങ് റോങ്. പിന്നെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി തുടങ്ങി. എനിക്ക് ആദ്യം അവനെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവനെ കണ്ടു തുടങ്ങിയ സമയത്ത് എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഐ ഡിഡിൻ ലൈക്ക് ഹിം അറ്റ് ഫസ്റ്റ്. ഐ ഡിഡിൻ ലൈക്ക് ഹിം അറ്റ് ഫസ്റ്റ്. ആദ്യം ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവനെ ആദ്യം കണ്ടത് പൂനെയിലേക്കുള്ള ഒരു ട്രെയിനിലാണ്. ഇവിടെ നമ്മളൊരു സിറ്റുവേഷന്റെ ആദ്യമല്ല പറയുന്നത്, ഫസ്റ്റായി കണ്ട കാര്യമാണ് പറയുന്നത്. ഇവിടെ അറ്റ് ഫസ്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ആണ്. ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഓൺ എ ട്രെയിൻ ടു പൂനെ. ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഓൺ എ ട്രെയിൻ ടു പൂനെ. പൂനെയിലേക്കുള്ള ഒരു ട്രെയിൻ. ഓൺ എ ട്രെയിൻ, ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. ഐ ഫസ്റ്റ് മെറ്റ് ഹിം. ഞാൻ അവനെ ആദ്യം കണ്ടു. ഓൺ എ ട്രെയിൻ ടു പൂനെ. പൂനെയിലേക്കുള്ള ഒരു ട്രെയിനിൽ വച്ച്. ബാക്ക് എഗെയിൻ. തിരിച്ച് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബാക്ക് ഉപയോഗിക്കുന്നത്. വീണ്ടും എന്ന അർത്ഥത്തിലാണ് എഗെയിൻ ഉപയോഗിക്കുന്നത്. പലർക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. നീ എപ്പോഴാണ് എൻ്റെ പണം തിരികെ നൽകാൻ പോകുന്നത്? നീ എൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ് തിരിച്ചു തരാൻ പോകുന്നത്? When are you going to give me my money back? When are you going to give me my money back? ഇവിടെ give എന്ന വെർബിന് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. me എന്ന ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, മണി എന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ചില വേർബ്സ് ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് കാണും. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതായത് ആ വ്യക്തി, അതാണ് ആദ്യം വരിക. പിന്നെയാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക. ഈ ഓർഡർ നമുക്ക് മാറ്റാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടു അല്ലെങ്കിൽ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടി വരും. നമുക്കിത് ഇങ്ങനെയും പറയാം. വെൻ ആർ യു ഗോയിങ് ടു ഗീവ് മൈ മണി ബാക്ക് ടു മീ? വെൻ ആർ യു ഗോയിങ് ടു ഗീവ് മൈ മണി ബാക്ക് ടു മീ? എനിക്ക്. മീ എന്ന പ്രൊനൗണിന് മുന്നിൽ നമ്മളപ്പോൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഈ സ്ട്രക്ചറാണ് കൂടുതൽ എളുപ്പം. വെൻ ആർ യു ഗോയിങ് ടു ഗീവ് മീ മൈ മണി ബാക്ക്. തിരിച്ചു തരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ബാക്ക് എന്നാണ് പറയുന്നത്, എഗെയിൻ അല്ല. ഞാൻ ഈ ചീസ് കടയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്.
I am taking this cheese back to the shop. I am taking this cheese back to the shop. Back to the shop എന്ന് പറയുമ്പോൾ കടയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്, വീണ്ടും കൊണ്ടുപോവുകയല്ല. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനം ഞാനത് തിരികെ കൊണ്ടുപോവുകയാണ്. ഐ ആം ടേക്കിംഗ് ദിസ് ചീസ് ബാക്ക് ടു ദ ഷോപ്പ്. അത് കേടുവന്നിരിക്കുന്നു. ചീസ് കേടുവന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മോൾഡി എന്ന അഡ്ജക്റ്റീവാണ്. ഇറ്റ് ഈസ് മോൾഡി. അത് കേടുവന്നിരിക്കുന്നു. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. വീണ്ടും സംസാരിക്കില്ല എന്നർത്ഥം. തിരിച്ച് എന്നൊരർത്ഥം ഇവിടെ ഇല്ല. വീണ്ടും, ഇനി സംസാരിക്കില്ല. ഐ വിൽ നോട്ട് ടോക്ക് ടു യു എവർ എഗെയിൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എഗെയിൻ ആണ്. ഐ വിൽ നോട്ട് ടോക്ക് ടു യു എവർ എഗെയിൻ. ഇനി വീണ്ടും ഞാൻ നിന്നോട് സംസാരിക്കില്ല. എഗെയിൻ എന്നതിന് വീണ്ടും എന്നർത്ഥമാണ് ഉള്ളത്. വീണ്ടും അത് ചെയ്യുക. നിന്റെ കഴുത്ത് ഞാൻ ഒടിക്കും. ഡു ദാറ്റ് എഗെയിൻ. ഡു ദാറ്റ് ബാക്ക് അല്ല, ഡു ദാറ്റ് എഗെയിൻ. ഇപ്പൊ ചെയ്ത കാര്യം ഒന്നുകൂടി ചെയ്യുക. ആൻഡ് ഐ വിൽ ബ്രേക്ക് യുവർ നെക്ക്. നിന്റെ കഴുത്ത് ഞാൻ ഒടിക്കും. ഡു ദാറ്റ് എഗെയിൻ ആൻഡ് ഐ വിൽ ബ്രേക്ക് യുവർ നെക്ക്. ഡു ദാറ്റ് ബാക്ക് അല്ല, ഡു ദാറ്റ് എഗെയിൻ. ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് പ്രിപ്പോസിഷൻസ് ആണ്. ബിഫോർ കൺജങ്ഷനായി നമ്മൾ യൂസ് ചെയ്യും. ഇൻ ഫ്രണ്ട് ഓഫ് പ്രിപ്പോസിഷൻ തന്നെയാണ്. ബിഫോർ പൊതുവെ സമയത്തിനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് സ്ഥലത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടിനും അർത്ഥം മുമ്പ് അല്ലെങ്കിൽ മുന്നിൽ എന്നാണ്. 5 മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തണം. ഐ മസ്റ്റ് റീച്ച് ദർ ബിഫോർ 5 o'clock. ഇൻ ഫ്രണ്ട് ഓഫ് അല്ല, ബിഫോർ 5 o'clock. 5 മണിക്ക് മുമ്പ്. സമയത്തിനെ കുറിച്ച് പറയാൻ ബിഫോർ ഉപയോഗിക്കാം. ഐ മസ്റ്റ് റീച്ച് ദർ ബിഫോർ 5 o'clock. ലൈബ്രറിക്ക് മുന്നിലാണ് എൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. പലരും തെറ്റി ഇവിടെ ബിഫോർ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇൻ ഫ്രണ്ട് ഓഫ് ആണ്. മൈ കാർ ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈബ്രറി. ബിഫോർ ദ ലൈബ്രറി അല്ല, മൈ കാർ ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈബ്രറി. പ്ലേസിനെ കുറിച്ച് പറയാൻ ഇൻ ഫ്രണ്ട് ഓഫ് ഉപയോഗിക്കാം. പക്ഷേ ക്യൂവില്, ലിസ്റ്റിലൊക്കെയുള്ള പൊസിഷനെ കുറിച്ച് പറയാൻ നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ബിഫോറും യൂസ് ചെയ്യാം, ഇൻ ഫ്രണ്ട് ഓഫും യൂസ് ചെയ്യാം. പറയുന്നത് കൊണ്ട് വിരോധം ഒന്നും തോന്നരുത്. പൊളൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അവർക്കൊരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു എക്സ്ക്യൂസ് ആയി പറയുന്നതാണ്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡു യു മൈൻഡ് എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആയും ചോദിക്കാം. ഞാൻ നിങ്ങളുടെ മുന്നിലായിരുന്നു. ക്യൂവിൽ ഞാൻ നിങ്ങളുടെ മുന്നിലായിരുന്നു. ഐ വാസ് ബിഫോർ യു എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നും പറയാം. ഡു യു മൈൻഡ് പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ഞാൻ നിങ്ങളുടെ മുന്നിലായിരുന്നു. ഐ വാസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അല്ലെങ്കിൽ ബിഫോർ യു. ഇവിടെ പ്ലേസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ് ബിഫോർ യൂസ് ചെയ്തിട്ടുള്ളത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച മജിസ്ട്രേറ്റിന് മുന്നിലെത്തി. എനിക്ക് കോടതിയിൽ പോവേണ്ടി വന്നു. ഐ കെയിം അപ്പ് ബിഫോർ ദ മജിസ്ട്രേറ്റ്. ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ മജിസ്ട്രേറ്റ് എന്നല്ല നമ്മൾ നോർമലി പറയാം. ഇൻ ഫ്രണ്ട് ഓഫ് ആണ് പ്ലേസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ബിഫോർ ആണ്. ഐ കെയിം അപ്പ് ബിഫോർ ദ മജിസ്ട്രേറ്റ് ഫോർ കെയർലെസ് ഡ്രൈവിംഗ് ലാസ്റ്റ് വീക്ക്. ഐ കെയിം അപ്പ് ബിഫോർ ദ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന് മുന്നിൽ, ബിഫോർ ദ മജിസ്ട്രേറ്റ്. ഫോർ കെയർലെസ് ഡ്രൈവിംഗ് ലാസ്റ്റ് വീക്ക്. നമുക്കൊരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് കാൺ ഹെൽപ്പ്. ഞങ്ങൾ 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. വി ഹാവ് മെറ്റ് ഓൺലി വൺസ് ഓർ ട്വൈസ്. 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവുന്നില്ല. ബട്ട് ഐ കാൺ ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഹിം. വി ഹാവ് മെറ്റ് ഓൺലി വൺസ് ഓർ ട്വൈസ്, ബട്ട് ഐ കാൺ ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഹിം. കാൺ ഹെൽപ്പിന് ശേഷം ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. അത് ശ്രദ്ധിക്കണം. ഹെൽപ്പ് എന്ന വർബിന് ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഇൻഫിനിറ്റീവ് ആണ്. ടു ഉള്ള ഇൻഫിനിറ്റീവ് നമുക്ക് ഉപയോഗിക്കാം. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് നമുക്ക് ഹെൽപ്പിന് ശേഷം യൂസ് ചെയ്യാം. പക്ഷെ കാണ്ട് ഹെൽപ്പിന് ശേഷം എല്ലായ്പ്പോഴും ING ഫോം ആണ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് മെറ്റ് ഓൺലി വൺസ് ഓർ ട്വൈസ്, ബട്ട് ഐ കാൺ ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഹിം. അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. ഐ കാൺ ഹെൽപ്പ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാതിരിക്കാനാവുന്നില്ല. ഞാൻ ഖേദിക്കുന്നു. ഐ എം സോറി. നിങ്ങൾ പറഞ്ഞത് എനിക്ക് കേൾക്കാതിരിക്കാനായില്ല. നിങ്ങളുടെ സംഭാഷണം നിങ്ങൾ അറിയാതെ ഞാൻ കേട്ടു. ഐ എം സോറി, ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ്. നിങ്ങൾ പറഞ്ഞത്, വാട്ട് യു സെഡ്. ഐ എം സോറി, ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ് വാട്ട് യു സെഡ്. മറ്റൊരാൾ പറയുന്നത് അവരറിയാതെ, മനഃപൂർവ്വമായിരിക്കാം, ഒരുപക്ഷെ മനഃപൂർവ്വം അല്ലാതെ ആയിരിക്കാം, നമ്മൾ കേൾക്കുന്നതിനെ കുറിച്ച് പറയാനായി ഉപയോഗിക്കുന്ന വെർബാണ് ഓവർ ഹിയർ. ഐ എം സോറി, ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ് വാട്ട് യു സെഡ്. കുഡിൻ ഹെൽപ്പ് പ്ലസ് ING, ഓവർ ഹിയറിംഗ്. അവൻ സ്വാർത്ഥനാണ്. ഹീസ് സെൽഫിഷ്, അല്ലെങ്കിൽ ഹീസ് എ സെൽഫിഷ് മാൻ. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അവനെ ഇഷ്ടപ്പെടാതിരിക്കാനാവുന്നില്ല. എന്തുകൊണ്ടോ, സംഹൗ. ഹീസ് എ സെൽഫിഷ് മാൻ, ബട്ട് സംഹൗ ഐ കാൺ ഹെൽപ്പ് ലൈക്കിംഗ് ഹിം.
ഹി ഈസ് എ സെൽഫിഷ് മാൻ ബട്ട് സംഹൗ ഐ കാൺട്ട് ഹെൽപ്പ് ലൈക്കിംഗ് ഹിം. ഇഷ്ടപ്പെടാതിരിക്കാനാവുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ്, വൈൽ, വേറാസ്. ഏകദേശം സിമിലർ ആയ മീനിങ്സ് ഉള്ള എക്സ്പ്രഷൻസ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ആദ്യം ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മറുവശം അത് പറയുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഓൺ ദ അതർ ഹാൻഡ്. ആ ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിനെ കുറിച്ച് പറയുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓൺ ദ വൺ ഹാൻഡ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ മറുവശം പറയുന്ന സമയത്ത് നമ്മൾ ഓൺ ദ അതർ ഹാൻഡ് യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കൂ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അറേഞ്ച്ഡ് മാരേജസ് സാധാരണയല്ല. അറേഞ്ച്ഡ് മാരേജസ് ആർ അൺയൂഷ്വൽ. അസാധാരണമാണ്, സാധാരണയല്ല. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ എന്നതിന് നമുക്ക് ഇൻ ദ വെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ വെസ്റ്റേൺ കൺട്രീസ്. അറേഞ്ച്ഡ് മാരേജസ് ആർ അൺയൂഷ്വൽ ഇൻ ദ വെസ്റ്റ്, അല്ലെങ്കിൽ ഇൻ വെസ്റ്റേൺ കൺട്രീസ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അറേഞ്ച്ഡ് മാരേജസ് വളരെ അസാധാരണമാണ്, അൺയൂഷ്വൽ ആണ്. മറുവശത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ അത് വളരെ സാധാരണയാണ്. ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ആദ്യം വെസ്റ്റിൽ അറേഞ്ച്ഡ് മാരേജസ് കോമൺ അല്ല എന്ന് പറഞ്ഞു, പിന്നീട് ഈസ്റ്റിൽ അത് കോമൺ ആണ് എന്ന് പറഞ്ഞു. ഓൺ ദ അതർ ഹാൻഡ്, ദേ ആർ വെരി കോമൺ ഇൻ ഏഷ്യൻ കൺട്രീസ്. ഓൺ ദ അതർ ഹാൻഡ്, മറുവശത്ത്, മറിച്ച്, അതെല്ലാമാണ് ഇതിനർത്ഥം. ദേ ആർ വെരി കോമൺ ഇൻ ഏഷ്യൻ കൺട്രീസ്. ഏഷ്യൻ രാജ്യങ്ങളിൽ അത് വളരെ കോമൺ ആണ്. ഒരു വശം പറഞ്ഞ് പിന്നെ മറ്റൊരു വശം പറയുമ്പോൾ അതിന് മുന്നിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഓൺ ദ അതർ ഹാൻഡ്. ഞാൻ കുന്നുകൾ ഇഷ്ടപ്പെടുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കടലാണ് ഇഷ്ടം. ഐ ലൈക്ക് ഹിൽസ് വെറാസ് മൈ ഹസ്ബൻഡ് ലൈക്സ് ദ സീ. വെറാസ് എന്ന് പറയാം, അല്ലെങ്കിൽ വൈൽ എന്ന് പറയാം. കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് ഐഡിയാസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഐ ലൈക്ക് ഹിൽസ്, എനിക്ക് കുന്നുകളാണ് ഇഷ്ടം. വെറാസ് മൈ ഹസ്ബൻഡ് ലൈക്സ് ദ സീ, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം കടലാണ്. ഇൻ സ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്. എന്നിട്ടും, എന്നിരുന്നാലും, ഈ അർത്ഥമെല്ലാം വരുന്ന രണ്ട് പ്രിപ്പോസിഷൻസ് ആണ് ഇത്. ഇൻസ്പൈറ്റ് ഓഫിന്റെ അതേ മീനിങ് തന്നെയാണ് ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റിന് ശേഷം ഓഫ് ഉപയോഗിക്കരുത്. ഇൻസ്പൈറ്റ് ഓഫിൽ 3 വേർഡ് ഉണ്ട്. ട്രെയിൻ 1 മണിക്കൂർ വൈകി. ദ ട്രെയിൻ വാസ് എൻ അവർ ലേറ്റ്. ട്രെയിൻ 1 മണിക്കൂർ വൈകി. എന്നിട്ടും ഞാൻ മീറ്റിംഗിന് സമയത്തെത്തി. എന്നിട്ടും, ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ്, I got to the meeting in time. The train was an hour late. ട്രെയിൻ 1 മണിക്കൂർ വൈകിയിരുന്നു. In spite of that, I got to the meeting, അല്ലെങ്കിൽ I managed to get to the meeting. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും എത്തി. ആ ഒരു മീനിങ് കിട്ടാനാണ് നമ്മളിവിടെ managed ഉപയോഗിക്കുന്നത്. In spite of that, I managed to get to the meeting in time എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിന് മുമ്പ്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യമായ ആ സമയത്ത് എന്നർത്ഥം. The train was an hour late. In spite of that, I managed to get to the meeting in time. In spite of a preposition ആണ്. അതിനുശേഷം നമുക്ക് noun ഉപയോഗിക്കാം, pronoun ഉപയോഗിക്കാം, അല്ലെങ്കിൽ ing ഫോം ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ that എന്ന pronoun ആണ് യൂസ് ചെയ്തത്. No matter, എന്ത് തന്നെ സംഭവിച്ചാലും, അതാണ് ഇതിനർത്ഥം. നീ എന്നോട് എന്ത് തന്നെ ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കും. I will love you. നീ എന്നോട് എന്ത് തന്നെ ചെയ്താലും. No matter what you do to me. I will love you no matter what you do to me. No matter എന്ന് പറയുമ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും, അതാണ് അതിനർത്ഥം. No matterന് ശേഷം നമുക്ക് what, who, which, when, where ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. I will love you no matter what you do. നീ എന്ത് തന്നെ ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിക്കും. പലപ്പോഴും നമുക്കിവിടെ no matter whatന് പകരം whatever യൂസ് ചെയ്യാം. നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. I will follow you no matter where you go, അല്ലെങ്കിൽ wherever you go. I will follow you no matter where you go. നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. Wherever you go, I will follow you. അങ്ങനെയും നമുക്ക് പറയാം. No matter whereന് പകരം നമുക്ക് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും wherever ഉപയോഗിക്കാം. No matter whatന് പകരം നമുക്ക് whatever ഉപയോഗിക്കാം. നീ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. I will not forgive you no matter what you say. നീ എന്തു തന്നെ പറഞ്ഞാലും. No matter what you say, I will not forgive you. Whatever you say, I will not forgive you. അങ്ങനെയും പറയാം. Whatever you say. Whatever you say. No matter what you say എന്നതിന് പകരം നമുക്ക് whatever you say എന്നും പറയാം. I will not forgive you. ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് തന്നെ സംഭവിച്ചാലും. No matter what happens. happens പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. No matter what എന്ന് മാത്രം പറഞ്ഞാലും മതി. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. I will be with you no matter what happens. I will always be with you. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. I will always be with you no matter what happens. എന്ത് തന്നെ സംഭവിച്ചാലും. Whatever happens, I will always be with you. അങ്ങനെയും നമുക്കിത് പറയാം.
ആര് തന്നെ ഫോൺ ചെയ്താലും ഞാൻ പുറത്താണെന്ന് അവരോട് പറയുക. ആര് തന്നെ ഫോൺ ചെയ്താലും, നോ മാറ്റർ ഹൂ ടെലഫോൺസ്, ആര് തന്നെ വിളിച്ചാലും. ടെൽ ദം ഐ ആം ഔട്ട്, ഞാൻ പുറത്താണ്, ഇവിടെ ഇല്ല എന്ന് അവരോട് പറയുക. നോ മാറ്റർ ഹൂ ടെലഫോൺസ് ടെൽ ദം ഐ ആം ഔട്ട്, അല്ലെങ്കിൽ ഹൂ എവർ ടെലഫോൺസ്. നോ മാറ്റർ ഹൂ എന്നതിന് പകരം നമുക്ക് ഹൂ എവർ എന്ന് പറയാം. ഹൂ എവർ ടെലഫോൺസ് ടെൽ ദം ഐ ആം ഔട്ട്, ഞാൻ ഇവിടെ ഇല്ല, പുറത്താണ് എന്ന് അവരോട് പറയുക. നോ ലോങ്ങർ എനി ലോങ്ങർ, നേരത്തെ ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ നേരത്തെ നിലവിലുണ്ടായിരുന്നു, ഇപ്പൊ അത് നിലവിലില്ല എന്ന് പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണിത്. നോ ലോങ്ങർ, എനി ലോങ്ങർ, അതുപോലെ തന്നെ എനി മോർ. ഞാൻ അവനെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല, നേരത്തെ വിശ്വസിച്ചിരുന്നു, ഇപ്പൊ വിശ്വസിക്കുന്നില്ല. മലയാളത്തിൽ എഴുതിയതിൽ നിന്ന് അതിന്റെ മീനിങ് അത്ര ക്ലിയർ അല്ല, പക്ഷെ അതാണ് നമുക്ക് പറയേണ്ടത്. നേരത്തെ എനിക്ക് അവനെ വിശ്വാസമായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വാസമല്ല. ഐ നോ ലോങ്ങർ ട്രസ്റ്റ് ഹിം, അല്ലെങ്കിൽ ഐ ഡോണ്ട് ട്രസ്റ്റ് ഹിം എനി ലോങ്ങർ. ഐ ഡോണ്ട് ട്രസ്റ്റ് ഹിം എനി ലോങ്ങർ. ഐ നോ ലോങ്ങർ എന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് എനി ലോങ്ങർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഡോണ്ട് എനി ലോങ്ങർ ആണ് നോ ലോങ്ങർ. നേരത്തെ നിലവിലുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലില്ല എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് നോ ലോങ്ങർ, എനി ലോങ്ങർ, എനി മോർ. അതെല്ലാം ഐ നോ ലോങ്ങർ ട്രസ്റ്റ് ഹിം, നേരത്തെ എനിക്ക് അവനെ വിശ്വാസമായിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ഐ ഡോണ്ട് ട്രസ്റ്റ് ഹിം എനി ലോങ്ങർ. എനി ലോങ്ങറും എനി മോറും സെന്റൻസിന്റെ അവസാനമാണ് വരിക. നോ ലോങ്ങർ വെർബിന് മുന്നിലായിട്ടാണ് വരിക. ഹി ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ, നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്, പക്ഷെ അവൻ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നില്ല. ഹി ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ, അല്ലെങ്കിൽ ഹി നോ ലോങ്ങർ വർക്ക്സ് ഹിയർ. ഡസൻറ്റ് എനി ലോങ്ങർ ആണ് നോ ലോങ്ങർ. നോ ലോങ്ങർ ഉപയോഗിക്കുമ്പോൾ പിന്നെ അവിടെ ഡസൻറ്റ് ഒന്നും യൂസ് ചെയ്യരുത്. ഹി നോ ലോങ്ങർ വർക്ക്സ് ഹിയർ, അവൻ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നു, ഇപ്പൊ ഇവിടെ ചെയ്യുന്നില്ല, അതാണ് അതിനർത്ഥം. ആസ് എ ചൈൽഡ്, കുട്ടിയായിരുന്ന സമയത്ത്, ഐ യൂസ് ടു വാച്ച് എ ലോട്ട് ഓഫ് കാർട്ടൂൺ ഫിലിംസ്, ഞാൻ ഒരുപാട് കാർട്ടൂൺ സിനിമകൾ കാണുമായിരുന്നു. ആസ് എ ചൈൽഡ് ഐ യൂസ് ടു വാച്ച് എ ലോട്ട് ഓഫ് കാർട്ടൂൺ ഫിലിംസ്, ധാരാളം സിനിമകൾ കാണുമായിരുന്നു, ഇപ്പൊ ഞാനത് കാണുന്നില്ല. ഐ നോ ലോങ്ങർ ഡു, ഐ നോ ലോങ്ങർ ഡു, അതായത് ഐ നോ ലോങ്ങർ വാച്ച് ദം, ഇപ്പൊ ഞാൻ കാർട്ടൂൺ ഫിലിംസ് കാണുന്നില്ല. ഐ ഡോണ്ട് വാച്ച് ദം എനി ലോങ്ങർ, അങ്ങനെയും പറയാം. ഐ ഡോണ്ട് വാച്ച് ദം എനി ലോങ്ങർ. ഇവിടെ ദം എന്ന പ്രൊനൗണ് കാർട്ടൂൺ ഫിലിംസ് എന്ന നൗണിന് പകരമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ നോ ലോങ്ങർ ഡു, ഹാഡ് ബെറ്റർ. വളരെ സ്ട്രോങ് ആയ അഡ്വൈസ്, അത് നമുക്കുള്ള അഡ്വൈസ് ആയിരിക്കാം, മറ്റുള്ളവർക്കുള്ളതായിരിക്കാം, അത് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഹാഡ് ബെറ്റർ. ഇതിന്റെ മീനിങ് ഷുഡ്, മസ്റ്റ്, അതിനെല്ലാം സിമിലർ ആണ്, പക്ഷെ സെയിം അല്ല. ഹാഡ് ബെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ചെയ്യണം, അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഹാഡ് കണ്ടതുകൊണ്ട് ഇത് പാസ്റ്റിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് എന്ന് കരുതരുത്. ഹാഡ് ബെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇതിന് ശേഷം ഉപയോഗിക്കുന്നത് V1 ആണ്. ഹാഡ് ആയതുകൊണ്ട് അതിനുശേഷം V3 ഉപയോഗിക്കണം എന്ന് കരുതരുത്. ഹാഡ് ബെറ്റർ ഒരു സെമി മോഡൽ വെർബാണ്. മോഡൽ വെർബ്സിന് ശേഷം നമ്മൾ എപ്പോഴും V1 അല്ല യൂസ് ചെയ്യുക, അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 6:30 കൺസേർട്ട് തുടങ്ങും. ദ കൺസേർട്ട് ബിഗിൻസ് അല്ലെങ്കിൽ സ്റ്റാർട്ട്സ് അറ്റ് 6:30. സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇതും ഒരു ടൈം ടേബിളിന്റെ ഇവന്റ് ആണ്. ദ കൺസേർട്ട് സ്റ്റാർട്ട്സ് അറ്റ് 6:30, 6:30 തുടങ്ങും. നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീ വൈകും. ഇപ്പൊ പോയിട്ടില്ലെങ്കിൽ നീ വൈകും. യു ഹാഡ് ബെറ്റർ ഗോ നൗ ഓർ യു വിൽ ബി ലേറ്റ്. യു ഹാഡ് ബെറ്റർ ഗോ നൗ ഓർ യു വിൽ ബി ലേറ്റ്, അല്ലെങ്കിൽ നിനക്ക് വൈകും. നമ്മൾ ഉടനെ തന്നെ പെട്രോൾ നിറയ്ക്കാനായി നിർത്തുന്നതാണ് നല്ലത്. നമ്മുടെ കാറ് സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് പെട്രോൾ നിറയ്ക്കണം. വി ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ഫോർ പെട്രോൾ സൂൺ. പെട്രോൾ നിറയ്ക്കുക എന്നൊന്നും പറയണ്ട. വി ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ഫോർ പെട്രോൾ സൂൺ, ഉടനെ തന്നെ പെട്രോളിന് വേണ്ടി നിർത്തുന്നതാണ് നല്ലത്. വി ഹാഡ് ബെറ്റർ സ്റ്റോപ്പ്, ഉടനെ നിർത്തുന്നതാണ് നല്ലത്. ടാങ്ക് ഏതാണ്ട് കാലിയാണ്. ദ ടാങ്ക് ഈസ് ഓൾമോസ്റ്റ് എംപ്റ്റി. ദ ടാങ്ക് ഈസ് ഓൾമോസ്റ്റ് എംപ്റ്റി, ഏതാണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ്. ഫുള്ളി അല്ല, എന്നാൽ ഏകദേശം അത്രയും ആണ് താനും. ദ ടാങ്ക് ഈസ് ഓൾമോസ്റ്റ് എംപ്റ്റി, ടാങ്കിൽ വളരെ കുറച്ച് പെട്രോൾ മാത്രമേ ബാക്കിയുള്ളൂ. പെട്രോൾ കഴിഞ്ഞു, നമ്മൾ പെട്രോൾ നിറച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നും ഷുഡ് അത്ര അപ്രോപ്രിയേറ്റ് അല്ല, കാരണം നമ്മളൊരു പ്രശ്നമുണ്ട് എന്നൊരു അർത്ഥം കൂടി ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനാൽ ഹാഡ് ബെറ്റർ തന്നെ യൂസ് ചെയ്യാം. വി ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ഫോർ പെട്രോൾ സൂൺ. ഇറ്റ്സ് ടൈം. ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ആയിരിക്കുന്നു എന്നതിനേക്കാൾ അധികം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. കൂടുതൽ നല്ലൊരു ജോലി കണ്ടുപിടിക്കേണ്ട സമയം ആയിരിക്കുന്നു, അല്ലെങ്കിൽ സമയം വൈകിയിരിക്കുന്നു.
ഇറ്റ് ഈസ് ടൈം ടു ഫൈൻഡ് എ ബെറ്റർ ജോബ്. ഇറ്റ് ഈസ് ടൈമിന് ശേഷം രണ്ട് സ്ട്രക്ചർ പോസിബിൾ ആണ്. ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ടൈം ടു ഫൈൻഡ് എ ബെറ്റർ ജോബ്. ഇറ്റ് ഈസ് ടൈം ഫോർ യു അല്ലെങ്കിൽ ഫോർ മീ ടു ഫൈൻഡ് എ ബെറ്റർ ജോബ്. ഞാൻ അല്ലെങ്കിൽ നീ ഒരു നല്ല ജോലി കണ്ടുപിടിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ സെന്റൻസിന് അർത്ഥം. ആദ്യത്തെ സെന്റൻസ് ആരാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഫൈൻഡ് എ ബെറ്റർ ജോബ്. ഫോർ ഇല്ലാതെയും നമുക്കിത് പറയാം. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ യുവിന് ശേഷം ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് ടൈം യു ഫൗണ്ട് എ ബെറ്റർ ജോബ്. ഇറ്റ് ഈസ് ടൈം യു ഫൗണ്ട് എ ബെറ്റർ ജോബ്. ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് ഫോർ ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാതെയും പറയാം. ഫോർ ഇല്ലാതെയാണ് പറയുന്നതെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. ഫോർ ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടൈം ഫോർ യു, നിനക്ക് സമയം വൈകിയിരിക്കുന്നു. ടു ഫൈൻഡ് എ ബെറ്റർ ജോബ്, ഒരു ജോലി കണ്ടുപിടിക്കാൻ. ഇറ്റ് ഈസ് ടൈം യു ഫൗണ്ട് എ ബെറ്റർ ജോബ്. യു ഫൈൻഡ് അല്ല, യു ഫൗണ്ട്. നീ ഒരുപാട് സംസാരിക്കുന്നു. യു ടോക്ക് എ ലോട്ട്. വെറുതെ സംസാരിക്കുക മാത്രം ചെയ്യുന്നതിന് പകരം നീ എന്തെങ്കിലും ചെയ്യേണ്ട സമയം വൈകിയിരിക്കുന്നു. ഇറ്റ് ഈസ് ടൈം എന്നതിന് തന്നെ വൈകിയിരിക്കുന്നു എന്ന അർത്ഥമാണ്. ഒരുപാട് വൈകിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് പറയാം. യു ടോക്ക് എ ലോട്ട്. ഇറ്റ് ഈസ് എബൌട്ട് ടൈം യു ഓൾസോ ഡിഡ് സംതിങ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ടോക്കിംഗ്. വെറുതെ സംസാരിക്കുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ടോക്കിംഗ്. ഇറ്റ് ഈസ് എബൌട്ട് ടൈം യു ഓൾസോ ഡിഡ് സംതിങ്. ഡിഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്ന് പറയുമ്പോൾ വല്ലാതെ വൈകിയിരിക്കുന്നു എന്നർത്ഥം. ഇറ്റ് ഈസ് എബൌട്ട് ടൈം യു ഓൾസോ ഡിഡ് സംതിങ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ടോക്കിംഗ്. ഇറ്റ് ഈസ് ടൈമിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. അല്ല, അവിടെ ഒരു നൗണോ പ്രൊനൗണോ വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം എന്നല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. ഐ വിഷ്, ഇഫ് ഓൺലി, രണ്ടിൻ്റെയും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ, പ്രത്യേകിച്ചും അൺറിയലിസ്റ്റിക് ആയ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ രണ്ട് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇഫ് ഓൺലി ഐ വിഷിനേക്കാൾ കൂടുതൽ റിഗ്രറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു സിറ്റുവേഷൻ അങ്ങനെ ആയതിൽ വല്ലാതെ വിഷമമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇഫ് ഓൺലി യൂസ് ചെയ്യുന്നത്. ചെറിയൊരു വിഷമം മാത്രമാണെങ്കിൽ ഐ വിഷ് ഉപയോഗിച്ചാൽ മതി. എനിക്ക് അല്പം കൂടി ഉയരമുണ്ടായിരുന്നുവെങ്കിൽ, ഇതെന്റെ ഒരു ആഗ്രഹമാണ്. അൺറിയലിസ്റ്റിക് ആയ ഒരു ഹോപ്പ്, നമുക്ക് ഹൈറ്റ് അങ്ങനെ കൂട്ടാൻ സാധിക്കില്ല. ഐ വിഷ് ഐ വേർ ടോളർ, അല്ലെങ്കിൽ ഐ വിഷ് ഐ വാസ് ടോളർ. ഇങ്ങനെ അൺറിയലിസ്റ്റിക് ആയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേർ എന്ന വെർബ് യൂസ് ചെയ്യാം. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും. ഐ വിഷ് ഐ വേർ ടോളർ, അതാണ് കൂടുതൽ കോമൺ. ഐ വാസ് ടോളർ എന്ന് പറഞ്ഞാലും തെറ്റല്ല. ഇത് തന്നെ നമുക്ക് ഇഫ് ഓൺലി ഉപയോഗിച്ചും പറയാം. ഇഫ് ഓൺലി ഐ വേർ ടോളർ. എനിക്ക് അല്പം കൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇഫ് ഓൺലി ഐ വേർ ടോളർ. ഐ വിഷ് ആയാലും ഇഫ് ഓൺലി ആയാലും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പറയുന്നത് പാസ്റ്റിനെ കുറിച്ചല്ല, പ്രസന്റിനെ കുറിച്ചാണ്. എനിക്ക് കൂടുതൽ വലിയൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ, ഒരാഗ്രഹമാണ്. ഐ വിഷ് ഐ ഹാഡ് എ ബിഗർ ഹൗസ്, അല്ലെങ്കിൽ ഇഫ് ഓൺലി ഐ ഹാഡ് എ ബിഗർ ഹൗസ്. ഇഫ് ഓൺലി നമുക്ക് വല്ലാതെ റിഗ്രറ്റ് ഉള്ള സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ എങ്കിൽ ഐ വിഷ് ഉപയോഗിച്ചാൽ മതി. ഐ വിഷ് ഐ ഹാഡ് എ ബിഗർ ഹൗസ്, അല്ലെങ്കിൽ ഇഫ് ഓൺലി ഐ ഹാഡ് എ ബിഗർ ഹൗസ്. എനിക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഇഫ് ഓൺലി ഐ ഹാഡ് മോർ മണി. ഇഫ് ഓൺലി ഐ ഹാഡ് മോർ മണി, അല്ലെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് മോർ മണി. എനിക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് ഇവിടെ കൂടുതൽ ആളുകളെ അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇഫ് ഓൺലി ഐ ന്യൂ മോർ പീപ്പിൾ ഹിയർ. ഇഫ് ഓൺലി ഐ ന്യൂ മോർ പീപ്പിൾ ഹിയർ, അല്ലെങ്കിൽ ഐ വിഷ് ഐ ന്യൂ മോർ പീപ്പിൾ ഹിയർ. ഐ വിഷ് ആയാലും ഇഫ് ഓൺലി ആയാലും അതിനുശേഷം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ അൺറിയലിസ്റ്റിക് ആയ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി. സപ്പോസ് ടു, ഇതിന് മെയിൻലി രണ്ട് യൂസ് ആണുള്ളത്. ഒന്ന് അങ്ങനെ പറയപ്പെടുന്നു എന്ന് പറയാനായി യൂസ് ചെയ്യും. മറ്റൊന്ന് അത് ചെയ്യേണ്ടതാണ്, അത് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന അർത്ഥത്തിലും യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സപ്പോസ് ടുവിന് ഏകദേശം ഷുഡിന്റെ അതേ യൂസ് തന്നെയാണ്. എനിക്ക് ആ സിനിമ കാണണം. ഐ വോണ്ട് ടു സീ ദാറ്റ് ഫിലിം. അത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. ഐ വോണ്ട് ടു സീ ദാറ്റ് ഫിലിം. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഗുഡ്. അത് നല്ലതാണെന്നാണ് ആളുകൾ പറയുന്നത്. ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഗുഡ് എന്നും പറയാം. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ അഭിപ്രായമല്ല, ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ശരിയാവാനും സാധ്യതയുണ്ട്. ആ മീനിങ്ങിൽ നമുക്ക് സപ്പോസ് ടു ഉപയോഗിക്കാം. നീ 8 മണിക്ക് ജോലി തുടങ്ങേണ്ടതാണ്. അതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. യു ആർ സപ്പോസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock. യു ആർ സപ്പോസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 8.
ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 എന്ന് പറഞ്ഞാലും ഏകദേശം ഇതേ മീനിങ് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് യു ആർ സപ്പോസ്ഡ് ഉപയോഗിക്കാം. അവർ 7:30 വരേണ്ടതായിരുന്നു, പക്ഷെ അവർ വൈകി. ദേ വർ സപ്പോസ് ടു കം അറ്റ് 7:30 ബട്ട് ദേ വർ ലേറ്റ്. ദേ വർ സപ്പോസ് ടു കം എന്ന് പറയുമ്പോൾ അവർ വരേണ്ടതായിരുന്നു, അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവർ വൈകിപ്പോയി. ദേ വർ സപ്പോസ് ടു കം അറ്റ് 7:30 ബട്ട് ദേ വർ ലേറ്റ്. ഇവിടെ വരേണ്ടതായിരുന്നു എന്ന് കാണുമ്പോൾ ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചുകൂടെ എന്ന് തോന്നാം. ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം, പക്ഷെ അപ്പം മീനിങ് മാറിപ്പോവും. ഷുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. സപ്പോസ് ടു ഇവിടെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ക്രിറ്റിസിസം അവിടെ ഇല്ല. അവരെ 7:30 വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അവർ വൈകി. അതിൽ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ ഇല്ലയോ അതൊന്നും ഈ സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദേ വർ സപ്പോസ് ടു കം അറ്റ് 7:30. പക്ഷെ ഷുഡ് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ വൈകിയതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദേ ഷുഡ് ഹാവ് കം അറ്റ് 7:30. അവര് 7:30 വരേണ്ടതായിരുന്നു, പക്ഷെ അവർ വൈകി. അതിൽ നമുക്ക് അല്പം ഒരു നീരസമുണ്ട് ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോൾ. മീനിങ്ങിലുള്ള ഡിഫറൻസ് കൂടി ശ്രദ്ധിക്കുക. ഐ തിങ്ക് സോ, ഐ എക്സ്പെക്ട് സോ, ഐ ഹോപ്പ് സോ. അവൾ അവന്റെ സിസ്റ്റർ ആണോ? ഈസ് ഷീ ഹിസ് സിസ്റ്റർ. അവൾ അവന്റെ സിസ്റ്റർ ആണോ? അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു. ഐ തിങ്ക് ഷീ ഈസ് ഹിസ് സിസ്റ്റർ എന്ന് പറയാം, പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് സോ എന്ന് മാത്രമേ പറയണ്ടൂ. ഈസ് ഷീ ഹിസ് സിസ്റ്റർ. അവൾ അവന്റെ സിസ്റ്റർ ആണോ? ഐ തിങ്ക് സോ. അതിനർത്ഥം ഐ തിങ്ക് ഷീ ഈസ് ഹിസ് സിസ്റ്റർ എന്നാണ്. ഷീ ഈസ് ഹിസ് സിസ്റ്റർ എന്ന ക്ലോസ് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ സോ ഉപയോഗിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു, ഐ തിങ്ക് സോ. അങ്ങനെ തോന്നുന്നില്ലെങ്കിലോ? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ തിങ്ക് നോട്ട് അല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മൾ ജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് വി വിൽ വിൻ. നമ്മൾ ജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് വി വിൽ വിൻ. ദാറ്റ് നിർബന്ധമില്ല. ഡു യു തിങ്ക് വി വിൽ വിൻ. ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഐ എക്സ്പെക്ട് സോ, അല്ലെങ്കിൽ ഐ ബിലീവ് സോ, ഐ ഹോപ്പ് സോ. ഇതെല്ലാം പറയാം. മഴ പെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ് വിൽ റെയിൻ. ഡു യു തിങ്ക് ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പെയ്യരുത് എന്നാണ് ആഗ്രഹം. ഇത് പറയാൻ നമുക്ക് ഐ ഹോപ്പ് നോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇനി പെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ഐ ഹോപ്പ് സോ എന്നാണ്. ഐ ഹോപ്പ് സോ. മഴ പെയ്താൽ നന്നായിരുന്നു. ഐ ഹോപ്പ് നോട്ട്. പെയ്യാതിരുന്നാൽ നന്നായിരുന്നു. ഐ ഡോണ്ട് ഹോപ്പ് അല്ല, ഐ ഹോപ്പ് നോട്ട്. ഐ തിങ്ക് സോയുടെ നെഗറ്റീവ് ഐ ഡോണ്ട് തിങ്ക് സോ ആണ്. ഐ എക്സ്പെക്ട് സോയുടെ നെഗറ്റീവ് ഐ ഡോണ്ട് എക്സ്പെക്ട് സോ ആണ്. പക്ഷെ ഐ ഹോപ്പ് സോയുടെ നെഗറ്റീവ് ഐ ഹോപ്പ് നോട്ട് ആണ്. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസൺ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം എക്സാക്ട്ലി അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഇതേ മീനിങ് വരുന്ന രീതിയിൽ, ഇനി ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടായാലും കുഴപ്പമില്ല, കറക്റ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.